നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൽഫ് ഫിനാൻസിംഗ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനായ SPMA വഴിയുള്ള പാരാമെഡിക്കൽ PG കോഴ്സുകളുടെയും UG കോഴ്സുകളുടെയും ഡിപ്ലോമ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ 2024 ജൂലൈ 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LBS വഴിയും CPAS വഴിയുമുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ 2024 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. ഫിസിയോതെറാപ്പി കോഴ്സിന്റെ അഡ്മിഷന് വേണ്ടി ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിലൂടെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൂടാതെ കോളേജുകളിൽ നേരിട്ട് ചെന്നും അപ്ലൈ ചെയ്യാം. LBS വഴിയുള്ള പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. LBSൽ തന്നെയുള്ള കോളേജുകൾ ആണ് SPMAയിലും ഉള്ളത്. മെറിറ്റ് സീറ്റ് ലഭിക്കുന്നതിന് LBS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. LBS വഴി അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമാണ് SC ST OEC ഫിഷർമാൻ കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഫീ കൺസെഷൻ ലഭിക്കുകയുള്ളൂ. SPMA വഴി ലഭിക്കുന്നത് മാനേജ്മെന്റ് സീറ്റാണ്. മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചാൽ എല്ലാ കാറ്റഗറിയിലും ഉള്ളവർ ഒരേ ഫീസ് തന്നെയാണ് നൽകേണ്ടത്. ഫീ കൺസെഷൻ ലഭിക്കുന്നതല്ല. SPMAയിലുള്ള കോളേജുകളിൽ പാരാമെഡിക്കൽ PG കോഴ്സുകളും UG കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ഉണ്ട്. PG ഡിഗ്രി കോഴ്സുകൾ ആയ മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകളാണ് ഉള്ളത്. ഡിഗ്രി കോഴ്സുകളായ BSc MLT, BSc ഒപ്റ്റോമെട്രി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്നീ BSc കോഴ്സുകൾ ആണ് ഉള്ളത്. ഡിപ്ലോമ കോഴ്സുകളായ DMLT, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി റേഡിയോ ഡയഗ്നോസിസ്, ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റൻസ്, ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി എന്നീ കോഴ്സുകൾ ആണ് ഉള്ളത്. ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. SPMAയിലുള്ള ഓരോ കോളേജുകളുടെയും പേരുകളും ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകൾ ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് എന്ന്, നമ്പർ ഓഫ് സീറ്റ്സ്, ടെലിഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അൽ-അമീൻ കോളേജ്, ഇവിടെ BSc MLT കോഴ്സ് മാത്രമാണ് ഉള്ളത്. അൽ-ഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇവിടെ ഡിഗ്രി കോഴ്സുകളായ BSc MLT, BSc ഒപ്റ്റോമെട്രി, ഡിപ്ലോമ കോഴ്സുകളായ DMLT, DRT, RD, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്നീ കോഴ്സുകളാണ് ഉള്ളത്. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് റിസർച്ച് സെന്റർ, ഇവിടെ ഡിപ്ലോമ കോഴ്സായ ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റൻസ്, ഡിഗ്രി കോഴ്സായ BSc ഒപ്റ്റോമെട്രി, PG കോഴ്സായ മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകൾ ആണ് ഉള്ളത്. അഹല്യ സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇവിടെ BSc MLT കോഴ്സാണ് ഉള്ളത്. ഹോളി ക്രോസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, ഇവിടെ BSc MLT കോഴ്സ് ഉണ്ട്. KMCT കോളേജിൽ BSc MLT, BSc ഒപ്റ്റോമെട്രി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റൻസ്, DMLT, DRT, RD, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്നീ കോഴ്സുകൾ ഉണ്ട്. ATCT കോളേജ്, ഇവിടെ ഡിഗ്രി കോഴ്സായ BSc MLT, ഡിപ്ലോമ കോഴ്സായ DMLT എന്നീ കോഴ്സുകൾ ആണ് ഉള്ളത്. KVM കോളേജ്, ഇവിടെ BSc MLT, DMLT എന്നീ കോഴ്സുകൾ ഉണ്ട്. LISIX കോളേജ്, ഇവിടെ BSc MLT കോഴ്സ് മാത്രമാണ് ഉള്ളത്. മഹാത്മാഗാന്ധി കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ്, ഇവിടെ ഡിപ്ലോമ കോഴ്സുകൾ മാത്രമാണ് ഉള്ളത്. DMLT, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി റേഡിയോ ഡയഗ്നോസിസ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്നീ കോഴ്സുകളാണ് ഉള്ളത്. മെഡിക്കൽ ട്രസ്റ്റ്, ഇവിടെ ഡിഗ്രി കോഴ്സായ BSc MLT, BSc ഒപ്റ്റോമെട്രി, BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ഡിപ്ലോമ കോഴ്സായ DRT, RD, ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകൾ ഉണ്ട്. മദർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇവിടെ BSc MLT കോഴ്സ് മാത്രമാണ് ഉള്ളത്. MES ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ ഡിഗ്രി കോഴ്സായ BSc MLT, ഡിപ്ലോമ കോഴ്സായ DMLT, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്നീ കോഴ്സുകൾ ഉണ്ട്. മൗലാന കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇവിടെ BSc MLT, ഡിപ്ലോമ കോഴ്സായ DOT, AT, DRT, RD, DMLT എന്നീ കോഴ്സുകൾ ഉണ്ട്. പ്രസന്റേഷൻ സെന്റർ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, ഇവിടെ BSc MLT കോഴ്സ് മാത്രമാണ് ഉള്ളത്. സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ്, ഇവിടെയും BSc MLT കോഴ്സ് മാത്രമാണ് ഉള്ളത്. സെന്റ് ജോസഫ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇവിടെ BSc MLT കോഴ്സ് മാത്രമാണ് ഉള്ളത്. വെസ്റ്റ് ഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, ഇവിടെ PG കോഴ്സായ മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിഗ്രി കോഴ്സായ BSc MLT, ഡിപ്ലോമ കോഴ്സായ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി റേഡിയോ ഡയഗ്നോസിസ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്നീ കോഴ്സുകൾ ഉണ്ട്.
പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെയും ഡിപ്ലോമ കോഴ്സുകളുടെയും PG കോഴ്സുകളുടെയും SPMA വഴിയുള്ള ആപ്ലിക്കേഷൻ ജൂലൈ 2-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയിപ്പ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ പാരാമെഡിക്കൽ ഡിഗ്രി, PG, ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ SPMA വഴിയുള്ള ആപ്ലിക്കേഷൻ നൽകണം. ഓരോ കോഴ്സുകൾക്കും ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് മാത്രമാണ് നൽകേണ്ടത്. ഡൊണേഷൻ നൽകേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. താല്പര്യമുള്ള എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.